മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കരുണ പ്രതാപനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവുകയാണ് കേട്ടോ. പ്രതാപൻ കരുണയെ കണ്ടതും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കരുണയുടെ മുഖവും ഭാവവും കാണുമ്പോൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ കരുണ കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്കിനി ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം പ്രതാപൻ പറയുന്നുണ്ട്, മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, ഇനിയും എന്താ ഞാൻ ചെയ്യുക, എൻ്റെ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ എന്ന് പറയട്ടെ. ഞാനിനി എന്താ ചെയ്യേണ്ടത്, ഞാനേ അവളോട് നന്നായി എന്ന് അഭിനയിക്കാം, പക്ഷേ എൻ്റെ തനി സ്വഭാവം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പുറത്ത് വരും എന്ന് പറയും കേട്ടോ. അത് എന്തായാലും നന്നായി മോളെ, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കേസ് നടത്തിയിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ളത് കംപ്ലീറ്റും പോവും, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയണേ. എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ എന്നും ഒരു ഹീറോ ആയിരുന്നു, ഇപ്പോൾ എൻ്റെ അച്ഛൻ വെറും സീറോയാണ് എന്ന് പറയണ കേട്ടോ. അത് പിന്നീട് ഒരു മണ്ണുണ്ണിയാണ് ഉണ്ണിയേട്ടൻ, അതറിയാലോ. അവൾക്കൊരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ അവൾ രാജാവിനെ പോലെ വളർത്തും. എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ ഞാൻ എന്ത് ചെയ്യും, അതിനെ ഞാൻ എങ്ങനെ വളർത്തും, കൂടെയുള്ളതാണെങ്കിൽ ഒരു മണ്ണുണ്ണിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കരയാണ് കേട്ടോ. എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെ കരുണ പ്രതാപനോട് പറയണം, ഇവിടെ അനന്തരവനോട് പോയിട്ട് കാര്യങ്ങൾ പറയണം എന്ന് പറയണം. അങ്ങേര് ചെയ്തത് വളരെ ഉപകാരമായി എന്ന് ഒന്ന് പറഞ്ഞേക്കേ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം പ്രതാപം പോകുമ്പോൾ വാമദേവൻ ഇങ്ങനെ കിടക്കണം കേട്ടോ. വാമദേവൻ പ്രതാപനെ കണ്ടതും, എടാ ആരാ വന്നത് ചോദിക്കും. മോളാണ് വന്നത് എന്ന് പറയും കേട്ടോ. അതിനുശേഷം പ്രതാപം വാമദേവൻ ഒരൊറ്റന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നറിയോ ഇത് കൊടുത്തത്, നീ കാരണം എന്തായി, മരിച്ചോ എല്ലാം ചോദിക്കണം കേട്ടോ. എല്ലാം നടന്നു, അവൻ്റെ കാലൊടിഞ്ഞ് അവൻ ഇരിക്കുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, ഞാനീ വല്ല കൊട്ടേഷൻ വാങ്ങിയിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങി ആദ്യം ഞാൻ നിന്നെയാണ് കൊല്ലുന്നത്, നീയാണ് എൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ ഈ മഹാലക്ഷ്മി ഇത്രയും, അതൊരു പെൺകുട്ടിയല്ലേ, രണ്ടാം കെട്ടിലുള്ള പെൺകുട്ടിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപദ്രവിക്കാതിരുന്നത്. അല്ലെങ്കിൽ വല്ല ലോറിയിലും കയറ്റിക്കൊണ്ട് അവളെ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. എൻ്റെ മോളെ എങ്ങനെ സഹിക്കോടാ, അവളുടെ ജീവിതം ഇപ്പോൾ നല്ല ജീവിതമായി, അവൾ നടന്നതും എൻ്റെ മോളറിഞ്ഞു, അവളെങ്ങനെ സഹിക്കും എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അവൾ കുഞ്ഞും ഭർത്താവിൻ്റെയും കൂടെ നന്നായി ജീവിക്കുക, എൻ്റെ മോൾക്ക് ഒന്നുമില്ലാതെ ജീവിക്കുക, എനിക്ക് എങ്ങനെ സഹിക്കും എന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നടക്കുമെന്ന്, അവൻ നടക്കാതിരുന്നാൽ മതിയായിരുന്നു, എന്നാൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടായേനെ എൻ്റെ മോൾക്ക് എന്ന് പറയണം കേട്ടോ. നിന്നെ എനിക്ക് അടിച്ചിട്ട് കൊല്ലാൻ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയണം. എന്നാൽ നീ എന്നെ അടിച്ച് കൊല്ല് എന്ന് പറയണം, നിന്നെ അടിച്ച് കൊന്ന് കഷ്ണം കഷ്ണമാക്കിയിടണം, അത്രയും ദേഷ്യമുണ്ട് എനിക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. വാമദേവനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കണം. പ്രതാപനാകെ നിരാശയോടെ പോയിട്ട് കിടക്കുകയാണ് കേട്ടോ. പിന്നീട് കണ്ണൻ ആശുപത്രിക്ക് ലേഖയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ലേഖയും അനന്തും ചോദിക്കും, എന്താ കണ്ണേട്ട എത്ര നേരം വന്നില്ല, വരാ എന്ന് പറഞ്ഞതാണല്ലോ ചോദിക്കും. ഒരു ചെറിയൊരു കാര്യമുണ്ട് പറയും. എന്ത് കാര്യമാണ് കണ്ണേട്ട എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ പറയാം, ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പോൾ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്താ ആ അമ്മ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. അമ്മയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. പിന്നീട് ഉണ്ണി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. അതേ വാ, ഞാൻ കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറയണം കേട്ടോ. പിന്നീട് മഹിയുടെ അടുത്ത് പോയി മഹി കണ്ണനെ കണ്ടതും ചോദിക്കും, എന്താ കണ്ണേട്ട വന്നില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഇങ്ങനെ AC-യിൽ വിഷവാതകം നിറച്ചു, ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവരാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതിനുശേഷം ലേഖ ഇങ്ങനെ പറയും, ഇപ്പോൾ കണ്ണേട്ടം മാത്രമാണ്, അതിലായ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നറിയില്ല, ഇല്ല എന്ന് കണ്ണൻ പറയണം കേട്ടോ. അതൊന്നും പറയാൻ പറ്റില്ല, അവർ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. കണ്ണേട്ടനും നൂലുകെട്ട് കഴിഞ്ഞ് മഹിയും കുഞ്ഞും അവിടെ വന്നിരുന്നാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ശരി, ആ കുഞ്ഞിന് അത് പറ്റുമായിരുന്നു, ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റില്ലേ, അതുകൊണ്ട് എന്തായാലും ശരി മഹിയെയും കുഞ്ഞിനെയും വിട്ടയക്കണ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാനുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ ചോദിക്കണം, നിനക്കല്ലെങ്കിലും കുഞ്ഞിനെ വിട്ടയക്കാൻ താല്പര്യമില്ലല്ലേ, അതുകൊണ്ടല്ലേ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് കരുതിക്കോ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ ചോദിക്കണം, എന്താടാ ഞാൻ ചെയ്യുക, എന്താ ചെയ്യുക എന്നൊരൊറ്റ വഴിയില്ല എനിക്ക് എന്ന് പറയുമ്പോൾ അവരെയൊക്കെ കൊല്ലണം എന്ന് പറയണം. അവരെ എന്തായാലും മാർക്കോടെ കൊടുക്കണം എന്നിങ്ങനെ ലേഖ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മാർക്കോ അവൻ്റെ കാലെല്ലാം തല്ലി ഒടിച്ചു, ഞാൻ നടന്ന കാര്യം അങ്ങനെ കരുണയും എല്ലാവരും അറിഞ്ഞു പറയും. അപ്പോൾ മഹി പറയും, കരുണയ്ക്കത് സഹിച്ചിട്ടുണ്ടാവില്ലല്ലോ ചോദിച്ചാൽ, അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാനൊന്നും അറിഞ്ഞില്ല, മാർക്കോ വീട്ടിൽ കൊണ്ടുപോയി രണ്ടുപേരെ ഒപ്പം കൊണ്ട്, പക്ഷേ അവനിപ്പോൾ വീൽ ചെയറിലാണ് എന്ന് പറയണം കേട്ടോ. എന്തായാലും ശരി, ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം, അല്ലാതെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല എന്ന് പറയണ അനന്തും ലേഖയും കൂടിയിട്ട് കേട്ടോ. പിന്നീട് മഹിയോട് ഇങ്ങനെ കണ്ണൻ സംസാരിക്കുകയാണ്, ഞാൻ ആ സമയത്ത്
നിങ്ങളെ മാത്രമാണ് ആലോചിച്ചിരുന്നത്, നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമായിരുന്നു മഹി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് തന്നെ സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ആരെ വിശ്വസിക്കും, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഈ പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഈ കരുണയും ഉണ്ണി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവർ നിസ്സഹായതയോട് കൂടിയിട്ട് അവിടെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.